ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സീസൺ 6 ടിക്കറ്റ് ടു ഫിനാലയിൽ 7ാമത്തെ ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും അതുപോലെ പ്രേക്ഷകരെ എല്ലാവരെയും ബിഗ് ബോസിനെ അടക്കം അക്ഷരാർത്ഥത്തിൽ നോറ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു 7ാമത്തെ ടാസ്കിൽ നോറയാണ് വിജയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സീസൺ 6 തുടങ്ങിയത് മുതൽ ടാസ്കുകളിലെല്ലാം അട്ടർ ഫ്ലോപ്പ് തന്നെയാണ് നോറ. മികച്ചതായിട്ടോ ഒന്നും തന്നെ എടുത്തു പറയാനില്ല. ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ തുടങ്ങിയത് മുതൽ ഒരു പോയിന്റ്സ് പോലും നേടാൻ സാധിക്കാതെ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് നോറ. മുൻ ടാസ്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം എനിക്ക് സാധിക്കില്ല, പറ്റില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് വലിയുന്ന ഒരു നോറയാണ് കണ്ടത്. എന്നാൽ ഈ ഒരു ടാസ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു എൻഡ്യൂറൻസ് ടാസ്ക് തന്നെയായിരുന്നു. അതിൽ നോറയുടെ ഒരു മികച്ച പ്രകടനം തന്നെ എന്ന് പറയാം. എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് വേണ്ടിയിട്ടല്ലെന്നുണ്ടെങ്കിൽ നോറയ്ക്ക് പറ്റിയ ഒരു ഗെയിം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഋഷിക്ക് പറ്റിയ ഒരു ഗെയിമായിരുന്നു. കാരണം കുറച്ച് ഫിസിക്കലി സ്ട്രെങ്ത് ആയിട്ടുള്ളവരെയും സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഗെയിമായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാകും. അതുപോലെ തന്നെ ഇനി കാണാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഷോർട്ടായിട്ടൊന്ന് പറയാം. വേറൊന്നുമല്ല, ഒരു സീസോ അത് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തുക. അതിൻ്റെ അങ്ങേയറ്റത്തൊരു പൂച്ചട്ടി വെച്ചിട്ടുണ്ടാകും. അത് നമ്മൾ ഈ ഒരു സീസോയുടെ ഇങ്ങേ സൈഡിൽ നിന്നുകൊണ്ട് ഒരു കാലുകൊണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് നിർത്തണം. ഇത് താഴെ പോയി പൊട്ടിപ്പോകരുത്. ഇത് നമ്മൾ തമിഴ് ബിഗ് ബോസിലൊക്കെ വേറൊരു രീതിയിൽ കണ്ടതാണ്. എന്നാൽ അത് ഭയങ്കര കഠിനകരം തന്നെയായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ കുറച്ച് ഫിസിക്കലി സ്ട്രെങ്ത് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയവരും അധികം വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു. അതുകൊണ്ട് തന്നെ നോറയ്ക്ക് അത് കുറച്ച് പ്ലസ് ആയിട്ട് കിട്ടിയിരുന്നു. എന്തായാലും ഇതുവരെയും ഒരു പോയിന്റ് പോലും നേടാൻ സാധിക്കാത്ത നോറയാണ് ആ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. ബിഗ് ബോസിനെ അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെയും നമ്മൾ പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. നോറ ഏകദേശം 2 മണിക്കൂർ മിച്ചമാണ് ഈ ഒരു ഗെയിമിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു. ഈ പറയുന്നത് പോലെ ഋഷിയാണ് രണ്ടാമത് വന്നത്. 1 മണിക്കൂർ 55 സെക്കൻഡ് എന്തോ 1 മണിക്കൂർ 55 മിനിറ്റ് എന്തോ ഋഷിയും എടുത്തു. അതുപോലെ തന്നെ അർജുൻ 3ാമത് വന്നിട്ടുണ്ട്. അപ്പം നിലവിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ അഭിഷേക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഋഷി ഈ ഒരു മത്സരത്തിൽ ജയിച്ചതോടുകൂടി 2ാമത് ജിൻഡോയ്ക്കൊപ്പം 6 പോയിന്റുകൾ എത്തിയിട്ടുണ്ട് ഋഷിക്കും. അതുപോലെ തന്നെ പിന്നീട് 5 പോയിന്റുകളുമായിട്ട് അർജുനുണ്ട്, സായി ഉണ്ട്. അപ്പം എല്ലാവരും തന്നെ പോയിന്റ് ടേബിളിലേക്ക് മുൻപന്തിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻനിരയിൽ നിൽക്കുന്ന അഭിഷേകിന് തന്നെ ഇപ്പോൾ എല്ലാവരും ഒരു വെല്ലുവിളിയായിരിക്കുകയാണ്. അഭിഷേക് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും പോയിന്റുകളൊന്നും നേടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു 11 പോയിന്റുമായിട്ട് നിലവിൽ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന കണ്ടസ്റ്റൻസിനൊക്കെ വരുന്ന മത്സരങ്ങളിലൊക്കെ വിജയിച്ച് കഴിഞ്ഞാൽ അഭിഷേകിനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് നോക്കാം. നോറയുടെ ഒരു മികച്ച പ്രകടനം തന്നെ ഈ ഒരു സീസണിലെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും മുന്നോട്ട് അടുത്ത മത്സരങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഒരു 8ാമത്തെ മത്സരമുണ്ട്. അതിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.